മോളെ, കാശി, വാതിൽ തുറക്കടാ. അയ്യോ, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ. സുമ വാതിലിൽ തട്ടിക്കരഞ്ഞു. നന്ദിനി സത്യന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു. കിട്ടുന്നില്ലല്ലോ എന്റെ മോള്. ജയ കരഞ്ഞു. ലീല പുറത്തേക്കോടി. ഞാൻ ആരെങ്കിലും വിളിച്ചിട്ട് വരാം. ലീല മുറ്റത്തേക്ക് ഇറങ്ങിയതും ഒരു കാർ വന്ന് മുറ്റത്ത് നിന്നു. ഡോർ തുറന്ന് ശ്രീനാഥ് പുറത്തേക്കിറങ്ങി. ഒപ്പം ലച്ചുവും അരുണും. മോനെ, ലീല കരഞ്ഞുകൊണ്ട് ഓടി വന്നു. എന്താ ലീലേച്ചി? മോനെ, കാശി, രാധുമോള്. ലീല അകത്തേക്ക് നോക്കി. ശ്രീനാഥ് അകത്തേക്ക് ഓടിക്കയറി. മോനെ. ശ്രീയെ കണ്ടതും ജയ ഓടി വന്നു. ശ്രീയും അരുണും വാതിൽ ചവിട്ടി തുറന്ന് അകത്തേക്ക് കടന്നപ്പോൾ കാശി നിലത്തു വീണ് കിടക്കുന്നതാണ് കണ്ടത്. ശ്രീ മുറിയിലാകെ നോക്കുമ്പോൾ മേശയ്ക്കടുത്ത് രക്തം വാർന്ന് രാധിക കിടക്കുന്നത് കണ്ടു. രാധു. ശ്രീ രാധികയുടെ അടുത്തേക്ക് ചെന്നു. ശ്രീ രാധികയെ എടുത്ത് കട്ടിലിൽ കിടത്തി. അരുൺ, എന്റെ ബാഗുണ്ട് കാറിൽ. ശ്രീ പറഞ്ഞതും അരുൺ മുറ്റത്തേക്ക് ചെന്നു. ബാഗിൽ നിന്ന് കോട്ടൺ എടുത്ത് ശ്രീ ബ്ലഡ് തുടച്ച് മുറിവ് കെട്ടിക്കൊടുത്തു. ബാൻഡേജ് ഇട്ടു. രാധികേ. ശ്രീ വിളിച്ചു. രാധിക കണ്ണു തുറന്നു. ശ്രീയേട്ടാ. എന്താ ഉണ്ടായ മോളെ? സുമ ചോദിച്ചു. അപ്പേ, കാശിയേട്ടൻ എന്നെ ഉപദ്രവിക്കാൻ നോക്കി. ഞാൻ കാശിയേട്ടനെ തല്ലി. എന്നെ തല്ലിയപ്പോ എന്റെ നെറ്റിയിടിച്ചു. പിന്നെ ഒന്നും ഓർമ്മയില്ല. അപ്പോ കാശിക്ക് എന്താ പറ്റിയത്? അരുൺ ചോദിച്ചു. അറിയില്ല അരുൺ ചേട്ടാ, രാധിക പറഞ്ഞു. ഇന്ന് അമ്മയുടെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് പോയില്ലേ? ഇല്ല, അച്ഛനും മുത്തച്ഛനും പോയി. ഞങ്ങൾ നിന്റെ ബ്ലൗസിന്റെ അളവ് വാങ്ങാൻ വന്നതാ. നിന്നെ കുറെ വിളിച്ചു, കിട്ടിയില്ല. രഘുവങ്കിളിനെ വിളിച്ചപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങി പോന്നു, ശ്രീ പറഞ്ഞു. മക്കളിരിക്ക്, സുമ പറഞ്ഞു. ജയേ, അവര് വന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ? വാ. സുമയും ജയയും നന്ദിനിയും അടുക്കളയിലേക്ക് ചെന്നു. രാധിക എഴുന്നേറ്റു. കാശി, കാശി. അരുൺ കാശിയെ തട്ടി വിളിച്ചു. മദ്യപിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. ശ്രീയും അരുണും കാശിയെ പിടിച്ചു കിടത്തി. ശ്രീ ബാഗ് തുറന്നു. ഇഞ്ചക്ഷനുള്ള മരുന്ന് സിറിഞ്ചിലേക്ക് കുത്തിയെടുത്തു. ശ്രീ കാശിയുടെ കൈ നിവർത്തി വച്ചു. കാശിയുടെ കൈയിൽ കോട്ടൺ കൊണ്ട് തുടച്ച് ശ്രീ കൈയിലേക്ക് നോക്കിയിരുന്നു. ശ്രീ, നീയൊരു ഡോക്ടറാണ്. മെഡിക്കൽ എക്തേഴ്സിന് വിപരീതമായി ഒന്നും ചെയ്യരുത്. നിന്റെ ഉള്ളിലുള്ള ദേഷ്യത്തെ ഇതിൽ കാണിക്കരുത്. ശ്രീ മൂളി. മാറിക്കുത്തിയാൽ ഇവന്റെ കൈ ഒരാൾക്ക് നേരെ ഉയരില്ല. ചെയ്യാത്തത് ആ സുമയാന്റിയെ ഓർത്തുകൊണ്ട് മാത്രമാ. ശ്രീ കാശിയുടെ കൈയിലേക്ക് സിറിഞ്ച് കുത്തിയിറക്കി. എപ്പോ വന്നു? രഘു അകത്തളത്തിലേക്ക് വരുമ്പോൾ ശ്രീയെ കണ്ടപ്പോൾ ചോദിച്ചു. ശ്രീയും അരുണും ലച്ചുവും എഴുന്നേറ്റു. ഇപ്പോ വന്നേ ഉള്ളൂ, രാധികയുടെ ബ്ലൗസിന്റെ അളവ് വാങ്ങാൻ, ശ്രീ പറഞ്ഞു. ഇരിക്കു മക്കളെ, ശങ്കരൻ പറഞ്ഞു. ആരും കുട്ടികൾക്ക് കഴിക്കാനൊന്നും കൊടുത്തില്ലേ? ഇതാ വരുന്നു. രാധിക ചായയുമായും സുമയും ജയയും നന്ദിനിയും കൈ നിറയെ പലഹാരങ്ങളായും വന്നു. ഇരിക്കു മക്കളെ, ചായ കുടിക്ക്, രഘു പറഞ്ഞു. ഇതെന്താ രാധുവിന്റെ നെറ്റിയിൽ? രഘു ചോദിച്ചു. അതച്ഛാ. രാധിക സുമയെ നോക്കി. സുമ നടന്നതെല്ലാം പറഞ്ഞു. എന്നിട്ട് അവനെവിടെ? ബാലൻ ചോദിച്ചു. അങ്കിൾ, ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞ് എഴുന്നേൽക്കും. മദ്യപിച്ചിട്ടുണ്ട്. അതിൻ്റെയാ കാശി കാണിച്ചു കൂട്ടിയത്. അത് കാര്യമാക്കണ്ട, ശ്രീ പറഞ്ഞു. രഘു ശ്രീയെ കെട്ടിപ്പിടിച്ചു. എന്റെ മോളെ ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് ഞാൻ ഏൽപ്പിക്കുന്നതെന്ന് എനിക്ക് ബോധ്യായി. രാധിക ശ്രീയെ നോക്കി ചിരിച്ചു. എല്ലാവരും ചിരിക്കുമ്പോൾ ശങ്കരന്റെ മുഖം മാത്രം ചുവന്നു നിന്നു. മക്കൾ ചായ കുടിക്ക്. മോളെ രാധു, എന്താച്ചാ എടുത്തിട്ട് വാ, സത്യൻ പറഞ്ഞു. രാധികയും ജയയും അകത്തേക്ക് പോയി. മോനെ, ഇപ്പോൾ ലീവ് എത്ര ഉണ്ടാകും? രഘു ചോദിച്ചു. 2 മാസമാണ് ലീവ് എടുത്തിരിക്കുന്നത്. അച്ഛൻ പറയുന്നത് നാട്ടിൽ തന്നെ സെറ്റിൽ ചെയ്യാനാ. രാധിക ഇവിടെയല്ലേ പഠിക്കുന്നത്, അപ്പോ അതാ നല്ലതെന്നും എനിക്ക് തോന്നി. ആ, അതെന്തായാലും നന്നായി, ബാലൻ പറഞ്ഞു. കാശിയേക്കാളും എന്തുകൊണ്ടും രാധികയ്ക്ക് ശ്രീനാഥാണ് ചേർച്ചയെന്ന് രഘുവിന് മനസ്സിലായി. പക്ഷേ രഘുവിനൊരു സ്വസ്ഥതയുമില്ലായിരുന്നു. കാശി. ശങ്കരൻ കാശിയുടെ അടുത്തേക്ക് വന്നു. മുത്തച്ഛ, ഞാൻ. കാശി തല താഴ്ത്തി നിന്നു. മോനെ.
എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയണം. എൻ്റെ കൂടെ വാ. കാശി ശങ്കരനൊപ്പം ചെന്നു. കാശിയുടെയും ശങ്കരന്റെയും സംസാരം മറ്റൊരാൾ കേൾക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. കുറച്ചു നേരത്തിന് ശേഷം കാശി രാധികയെ കാണാൻ റൂമിലേക്ക് ചെന്നു. രാധിക ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. രാധു, കാശി വിളിച്ചു. രാധിക ഞെട്ടി എഴുന്നേറ്റു. അപ്പേ. രാധിക സുമയെ വിളിച്ചു. പേടിക്കണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ വന്നതല്ല. രാധു, എന്നോട് ക്ഷമിക്കണം. ഞാൻ കള്ളിന്റെ പുറത്ത് കൂട്ടുകാരൊക്കെ കളിയാക്കിയപ്പോൾ ചെയ്തു പോയതാ. രാധു, എന്നോട് ക്ഷമിക്കണം. കാശി രാധികയ്ക്ക് മുന്നിൽ കൈകൂപ്പി നിന്നു. കാശിയുടെ കണ്ണുകൾ നിറഞ്ഞു. കാശിയേട്ടാ, കരയണ്ട, എനിക്ക് ദേഷ്യമൊന്നുമില്ല, രാധിക പറഞ്ഞു. എനിക്ക് ശ്രീനാഥിനെ ഒന്ന് വിളിച്ചു തരുമോ? എന്റെ കയ്യിൽ നമ്പറില്ല. ശ്രീയോടും എനിക്ക് മാപ്പ് ചോദിക്കണം. ഒന്ന് വിളിച്ചു തരാമോ? ആ കാശിയേട്ടാ. രാധിക ഫോൺ എടുത്ത് ശ്രീയെ വിളിച്ചു. ഹലോ ശ്രീയേട്ടാ. എന്താ രാധു? ഞാനേ ഒരാളുടെ കയ്യിൽ കൊടുക്കാം. ശ്രീയേട്ടനോട് സംസാരിക്കണം അത്രേ. ആ, കൊടുക്ക്, ശ്രീ പറഞ്ഞു. രാധിക കാശിക്ക് നേരെ ഫോൺ നീട്ടി. ഹലോ ശ്രീനാഥ്, ഞാൻ കാശിയാണ്. പറയൂ. ശ്രീ എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്. സോറി, റിയലി സോറി. ഇറ്റ്സ് ഓക്കെ, ക്ഷമയൊന്നും വേണ്ട, ശ്രീ പറഞ്ഞു. ഫ്രണ്ട്സ്? കാശി ചോദിച്ചു. ഓക്കെ, ഫ്രണ്ട്സ്, ശ്രീ പറഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. വിവാഹം അടുത്തതിനാൽ എല്ലാവരും ഓരോ തിരക്കിലായിരുന്നു. കാശി കാല് നിലത്തുറയ്ക്കാത്ത രീതിയിൽ കല്യാണത്തിന്റെ കാര്യങ്ങളുമായി ഓടി നടന്നു. മനക്കിലും അതുതന്നെയായിരുന്നു അവസ്ഥ. എല്ലാവരും ഓരോ തിരക്കായിരുന്നു, പന്തലിടുന്നതിന്റെയും ഒക്കെയായി. കാശിയും ശ്രീയും നല്ല സുഹൃത്തുക്കളായി. നാളെ കല്യാണമാണ്. മോനെ ശ്രീ, സഹദേവൻ വിളിച്ചു. എന്താ അച്ഛാ? മോനെ, എടാ, നീയെന്ന് ഓഡിറ്റോറിയം വരെ ചെല്ലാൻ പറഞ്ഞ് അരുൺ വിളിച്ചിരുന്നു. സച്ചിയോട് പറയച്ചാ. എടാ, അവൻ രാധികയ്ക്ക് നാളത്തേക്ക് ഉടുക്കാനുള്ള ഡ്രസ്സായി പോയവരുടെ കൂടെ പോയിരിക്കുക. നീ ഒന്ന് പോയിട്ട് വാ. ആ ശരി അച്ഛാ. ശ്രീ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. എന്താടാ വരാൻ പറഞ്ഞത്? ശ്രീ അരുണിന്റെ അടുത്തേക്ക് വന്നു. എടാ, അതെ, നാളത്തേക്കുള്ള ഡെക്കറേഷന്റെ ആൾക്കാർ വന്നിട്ടുണ്ട്. നിന്നെ കാണണമെന്ന് പറഞ്ഞു. ആ ശരി. ശ്രീ അരുണിന്റെ ഒപ്പം ചെന്നു. സർ, അന്ന് പറഞ്ഞ ഡിസൈൻ ഞങ്ങളൊന്ന് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. സാറൊന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് വർക്ക് തുടങ്ങായിരുന്നു. അരുൺ, നീ നോക്കിയാൽ മതിയായിരുന്നു. വീട്ടിൽ വന്നവരൊന്നും പോയിട്ടില്ല, ശ്രീ പറഞ്ഞു. എടാ, നിന്റെയാ നാളെ കല്യാണം. ശ്രീ അവരുടെ ലാപ്ടോപ്പിലേക്ക് നോക്കി. ഹാ, ഇത് മതി. നേരത്തെ സെലക്ട് ചെയ്തതിനേക്കാൾ ബെറ്ററാണിത്, അല്ലേ അരുൺ? അതെ, അരുൺ പറഞ്ഞു. എടാ, 1 മിനിറ്റ്. ശ്രീ ഫോൺ എടുത്ത് നോക്കി. രാധികയാ. ഇന്നൊരു നൈറ്റ് കൂടി ക്ഷമിക്കാൻ പറ അവളോട്. അരുൺ ചിരിച്ചു. പോടാ. ശ്രീ ഫോൺ അറ്റൻഡ് ചെയ്തു. എന്താ രാധു, എന്തായി അവിടെ? സാരി കൊണ്ടുവന്ന് അവരിവിടുന്ന് ഇറങ്ങി. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ വിളിച്ചതാ. ശ്രീയേട്ടൻ വീട്ടിലല്ലേ? അല്ല, ഞാൻ ഓഡിറ്റോറിയം വന്നതാ, സ്റ്റേജ് ഡെക്കറേഷൻ നോക്കാൻ. വീട്ടിലേക്ക് പോവാൻ നിൽക്കുക. സാരിയൊക്കെ ഇഷ്ടായോ? ഇഷ്ടായി ശ്രീയേട്ടാ, എല്ലാവർക്കും ഇഷ്ടായി. പിന്നെ 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 എന്താ? ശ്രീ ചോദിച്ചു. ഐ ലവ് യു, രാധിക പറഞ്ഞു. ഐ ലവ് യു ടു. അതെന്താ ഒരു സന്തോഷമില്ലാതെ പറയുന്നേ? രാധിക ചോദിച്ചു. എടി, എനിക്ക് ഒരുപാട് പണിയുണ്ട്. നിന്നോട് കിന്നരിക്കാൻ നിന്നാൽ ശരിയാവില്ല. ബാക്കി കിന്നരിക്കൽ നാളെ പോരെ മോളെ. എനിക്ക് ഒരുപാട് പണികളുണ്ട്. വേഗം വീട്ടിൽ പോകണം. അവിടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. സൂക്ഷിച്ചു പോണേ, രാത്രിയാണ്, രാധിക പറഞ്ഞു. ഓ അമ്പ്ര. ശ്രീ ചിരിച്ചു. മതിയടാ കുറുകിയത്. നാളേക്ക് വല്ലതും ബാക്കി വയ്ക്ക്. അരുൺ അവിടേക്ക് വന്നു. കഴിഞ്ഞടാ. പിന്നെ ഞങ്ങൾ നാളേക്ക് വല്ലതും ബാക്കി വയ്ക്കും. നീയോ? ശ്രീ ചിരിച്ചു. ഞാൻ എന്ത്? അരുൺ ചോദിച്ചു. മോനെ, ഞങ്ങളൊന്നും അറിയില്ലെന്ന് വെക്കല്ലേ. ഈ കല്യാണം കഴിയട്ടെ, എന്നിട്ട് നിനക്കുള്ള സമ്മാനം എടുത്തു വച്ചിട്ടുണ്ട്. എന്താടാ? അരുൺ ചോദിച്ചു. അതൊക്കെ പിന്നെ. ഞാൻ പോട്ടെ, നീ അങ്ങോട്ട് പോരാട്ടോ. ശ്രീ തന്റെ കാറിൽ കയറി. എടി രാധു, മതി, ഇനി നാളെ സംസാരിക്കാം. കാശി വന്നു.
കഴിഞ്ഞു കാശിയേട്ടാ. നിന്നെ നിന്റെ അപ്പ അന്വേഷിക്കുന്നു, താഴേക്ക് ചെല്ലാൻ. ദേ വരുന്നു. രാധിക കാശിക്ക് മുന്നിലൂടെ താഴേക്കുള്ള കോണിപ്പടികൾ ഇറങ്ങി. കാശി ഇറങ്ങിപ്പോകുന്ന രാധികയെ നോക്കി. കാശി കണ്ണു തുടച്ച് ഒരിടത്ത് പോയി നിന്നു. എന്താ അപ്പേ വിളിച്ചേ? മോൾ എവിടെ പോയതാ? ഇവരൊക്കെ മോളെ കാണാൻ വന്നതല്ലേ? അവൾ കിട്ടിയ സമയം ശ്രീയെ വിളിക്കാൻ പോയതാ അല്ലേ രാധു? കാശി പറഞ്ഞു. പോ കാശിയേട്ടാ. രാധിക കാശിയെ തള്ളി. അപ്പേ, എനിക്ക് വിശക്കുന്നു. എത്ര നേരമായി ഈ സാരിയും ചുട്ടിക്കെട്ടി നിൽക്കുന്നു. കാല് കിടഞ്ഞിട്ട് വയ്യ. രാധിക കിണുങ്ങി. നാളെ വൈകിട്ട് വരെ ഇങ്ങനെ നിൽക്കാനുള്ളതാ, നന്ദിനി പറഞ്ഞു. ഓ മൈ ഗോഡ്. രാധിക ഒരിടത്തിരുന്നു. ആൾക്കാർ വരുമ്പോ ഇങ്ങനെ ഇരിക്കല്ലേ കുട്ടി, ജയ പറഞ്ഞു. രാധിക വീണ്ടും എഴുന്നേറ്റ് നിന്ന് വരുന്നവരോട് സംസാരിച്ചു. അപ്പേ, വിശക്കുന്നു, രാധിക പറഞ്ഞു. എന്റെ മോളെ, ഒന്ന് ക്ഷമിക്ക്. അധിക നേരമൊന്നും ആയിട്ടില്ല. നാളെ വേറെ വീട്ടിൽ ചെന്ന് കയറാനുള്ളതാ. ഇവിടത്തെ പോലെ തന്നെ ആവണമെന്നില്ല അവിടെ, സുമ പറഞ്ഞു. രാധിക വരുന്നവരോട് സംസാരിച്ചു നിന്നു. രാധു, കാശി ഫോണായി വന്നു. അളിയനാ, നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തേന്ന്? ഫോൺ റൂമിലാ കാശിയേട്ടാ. രാധിക കാശിയുടെ ഫോൺ വാങ്ങി. ഹലോ. ഫോൺ വിളിച്ചിട്ട് എന്താ രാധു എടുക്കാത്തേ? ഫോൺ റൂമിലാണ് ശ്രീയേട്ടാ. എന്താ വിളിച്ചേ? നീ ഫുഡ് കഴിച്ചില്ലേ? ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഡ്രൈവ് ചെയ്യുമ്പോഴാണോ വിളിക്കുന്നേ? മതി, വെച്ചേ. രാധിക ഫോൺ കട്ട് ചെയ്ത് കാശിക്ക് കൊടുത്തു. ഹോ, എന്താ കെയറിങ്, കാശി ചിരിച്ചു. അതൊക്കെ ഒരാൾ വന്നു കയറുമ്പോൾ മനസ്സിലാക്കും കാശിയേട്ടാ, രാധു പറഞ്ഞു. ഓ ആയിക്കോട്ടെ. നിനക്ക് വിശക്കുന്നില്ലേ? കാശി ചോദിച്ചു. ഉണ്ട്, ഞാൻ ഇരിക്കട്ടെ കഴിക്കാൻ. എല്ലാവരും പോയിട്ടിരിക്കാം, നിനക്കല്ലെങ്കിൽ തികയില്ല, കാശി ചിരിച്ചു. രാധിക മുഖം വീർപ്പിച്ചു. എടീ, കുറച്ച് ക്ഷമിക്ക്, എല്ലാവരും പോയിട്ടിരിക്കാം. കാശി അതും പറഞ്ഞ് കലവറയിലേക്ക് പോയി. ശ്രീ ഓഡിറ്റോറിയം പോയിരിക്കുക, ഇപ്പൊ വരും, സഹദേവൻ പറഞ്ഞു. എന്നാലും നാളെ കല്യാണമല്ലേ, ശ്രീയെ പറഞ്ഞയക്കേണ്ടിയിരുന്നില്ല. വേറെ എത്ര പേരുണ്ട്? ഭാനുമതിയുടെ ഭർത്താവ് ദാസൻ പറഞ്ഞു. അവൻ കുഞ്ഞൊന്നും അല്ലല്ലോ അളിയാ, ഞാൻ വിളിച്ചപ്പോൾ വന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു, രാജൻ പറഞ്ഞു. സഹദേവാ, നാളെ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുള്ളവർക്ക് വരാനുള്ള വണ്ടി നമ്മുടെയാണോ അതോ ഏൽപ്പിച്ചിട്ടുണ്ടോ? മാധവൻ വന്നു. നമ്മുടെ കാർ തന്നെ. അധികം പേരൊന്നും പോകുന്നില്ല, സച്ചിയുണ്ടല്ലോ, അവൻ കൊണ്ടുപോയിക്കോളും. എല്ലാവരും പോയാൽ വരുന്നവരെ സ്വീകരിക്കാൻ ആരെങ്കിലും വേണ്ടേ? താലി പൂജിക്കാൻ കാലത്ത് തന്നെ കൊണ്ടുപോയി കൊടുക്കണ്ടേ? അത് ഞാൻ കൊണ്ടുപോയിക്കോളാം, രാജൻ പറഞ്ഞു. നല്ല മഴക്കാറുണ്ടല്ലോ, കുഞ്ഞുലക്ഷ്മിയമ്മ പറഞ്ഞു. രാധുമോള് തേങ്ങ ചിരകുമ്പോൾ തിന്നു കാണും, ഭാനു പറഞ്ഞു. ഓ, അതുകൊണ്ടാലോ മഴ. അമ്മ ഒന്ന് പൊയ്ക്കേ, ലച്ചു ഭാനുമതിയെ കളിയാക്കി. ലച്ചു, നിന്റെ ഡ്രസ്സെല്ലാം ശരിയായില്ലേ? ഒക്കെ ഇട്ട് നോക്കിയില്ലേ? ഇനി നാളെ അത് ശരിയായില്ല ഇത് ശരിയായില്ല എന്ന് പറഞ്ഞു വന്നേക്കരുത്. ഓ ഇല്ലേ, ലച്ചു പറഞ്ഞു. ഏട്ടത്തി, ഭാനു ശ്രീജയെ വിളിച്ചു. ശ്രീയുടെ റൂമിൽ നിന്ന് ഗൗരിയുടെ സാധനങ്ങളൊക്കെ മാറ്റിയോ? ഭാനു ചോദിച്ചു. ആ കുട്ടി വരുമ്പോ അതൊക്കെ കണ്ടാൽ. റൂമിലേക്ക് കയറിപ്പോകരുതെന്ന ഓർഡർ, അതിലൊന്നും തൊട്ടുപോകരുതെന്നും ദീപ മറുപടി പറഞ്ഞു. എന്നാലും ഇനി അതൊക്കെ മാറ്റണം. അവനിപ്പോ ഗൗരിയുടെ ഓർമ്മയൊന്നുമില്ല. ഇന്ന് വേണ്ട, നാളെ അവൻ അവിടല്ലേ, അപ്പോ മാറ്റാം. ഞാനും അത് ആലോചിച്ചു, ശ്രീജ പറഞ്ഞു. ഗൗരി, നാളെ നിന്റെ ശ്രീയേട്ടൻ മറ്റൊരു കുട്ടിയെ ജീവിതത്തിലേക്ക് കൂട്ടുക. ഇഷ്ടമുണ്ടായിട്ടല്ല, നിന്നെ ഓർത്തു മാത്രം. പക്ഷേ രാധികയെ ഞാൻ ചതിക്കില്ല. നിന്നെപ്പോലെ പാവം അവളും. ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്കറിയാം ശ്രീയേട്ടാ, അതല്ലേ ഞാൻ അവളിലുള്ളത്. ശ്രീയേട്ടനറിയോ, എനിക്ക് വിശക്കുന്നുവെന്ന് പറഞ്ഞ് നടക്കുക ഇപ്പോൾ രാധിക. ശ്രീ ചിരിച്ചു. നിനക്ക് സങ്കടമില്ലേ ഗൗരി? നീ സ്വപ്നം കണ്ട ഒരു ജീവിതമല്ലേ? ഇല്ല ശ്രീയേട്ടാ, ഒരു സങ്കടമില്ല. കാരണം ശ്രീയേട്ടന്റെ അധികയിലൂടെ എന്നെയാ നേടുന്നത്. ഞാനാ എന്റെ ശ്രീയേട്ടന്റെ അടുത്തേക്ക് വരുന്നേ. രൂപമേ എന്റേതല്ലാത്തതുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ തന്നെയാ. ഗൗരി, നീയാണോ അന്ന് കാശിയെ അടിച്ചിട്ടത്? ശ്രീ ചോദിച്ചു. ഞാനല്ല. പിന്നെ? അറിയില്ല, എനിക്കറിയില്ല. ഗൗരിയുടെ ശബ്ദമിടറി. ശ്രീ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ റോഡിൽ ദൂരെ 2 തീ കത്തുന്ന കണ്ണുകൾ കണ്ടു. ശ്രീയുടെ മുഖം മാറി, കണ്ണുകൾ ചുവന്നു കലങ്ങി. ആ രൂപം തീയായി മാറി
ശ്രീയുടെ കാറിനു നേരെ വന്നു. ശ്രീയുടെ കാർ ഒരു പോസ്റ്റിലിടിച്ചു മറിഞ്ഞു വീണു. ശ്രീ കാറിന് പുറത്തേക്ക് തെറിച്ചു.